കേക്ക് ഇൻഷാല്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സുഖത്തിലില്ലേ? അൽഹംദുലില്ലാഹ്. നമ്മള് ഒരു സെക്കൻഡ് യാത്ര എന്ന് പറയാം, രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്തായാലും നമുക്ക് ഇന്നും വളരെ നല്ലൊരു പ്രഭാതം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന് ആദ്യമായിട്ട് അള്ളാഹുവിന് ശുക്ർ പറയാൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്രയോ പേര് നമ്മിൽ നിന്ന് ഇന്നലെ കിടന്നുറങ്ങി ഇന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത എത്ര പേരുകളുണ്ടാവും അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിലൊന്നും നമ്മൾ പെടുത്താതെ വളരെ നല്ല രീതിയിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചു. നമുക്ക് വേണ്ട പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അല്ലെ? അതിനൊക്കെ നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് മനസ്സുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസവും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എത്രമാത്രം അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷവും സങ്കടവും ഇടകലർന്ന ജീവിതത്തില് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കുന്നുള്ളത് നമ്മുടെ പ്രയാസത്തെയാണ്, സങ്കടത്തെയാണ് എന്ന് ഇന്നലെ നമ്മളെ ചെറിയ രീതിയിൽ ഒന്ന് പറയണ്ടായി അല്ലെ? അപ്പോ നമുക്ക് നമ്മൾ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നുള്ളത്? സന്തോഷങ്ങളെ നമ്മൾ എന്തുകൊണ്ട് അതുപോലെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല? ഇനി എന്തുകൊണ്ട് പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായും സാമ്പത്തിക ഭദ്രത നല്ല വണ്ണമുള്ളവർ അത് അതേ നിലയിലും കൂടുതലും തുടരുന്നതായി നമ്മൾ കാണപ്പെടുന്നു? എന്തുകൊണ്ട് രോഗികൾ കൂടുതലും രോഗികളായിട്ടും ആരോഗ്യമുള്ളവർ കൂടുതലും ആരോഗ്യത്തോടെയും പോകുന്നു? ചില ആളുകളെങ്കിലും പറയണത് കേൾക്കാറില്ലേ? ഏതെങ്കിലും ഒരു രോഗം വന്നാൽ ഇതിനിപ്പോ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് വിചാരിക്കുന്നു, എത്ര കാലമായത് വന്നിട്ട് എന്നൊക്കെ നമുക്ക് പറയണത് കേൾക്കാറില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നുള്ളതും നമുക്കതിനെ കുറിച്ചിട്ടൊക്കെ ചെറിയൊരു അവയർനെസ് നടത്താൻ ഇൻഷാ അല്ലാഹ്. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ചിട്ടാണോ നമ്മളിലേക്ക് ചിന്ത വരുന്നുള്ളത് അതായിരിക്കാം നമ്മളിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് അതിന് സയൻസിൽ നോക്കുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പൊ നമ്മള് അത് സയൻസ് വശത്ത് നോക്കുകയാണെങ്കിൽ അതൊരു പ്രകൃതിയുടെ നിയമമാണ്. സത്യത്തിൽ എന്താണ് ഈ പ്രകൃതിയുടെ നിയമം? പ്രകൃതി തന്നെ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറയുന്ന ഒരു വസ്തു, ആ ഒരു പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാവേണ്ടത് എന്താണ് അല്ലെ? അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്നെ കുറിച്ചിട്ട് എന്റെ അടിമ എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കാം ഞാൻ എന്റെ അടിമക്ക് അല്ലെ? എന്നെ കുറിച്ചിട്ട് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കാം ഞാൻ എന്റെ അടിമയ്ക്ക്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് സയൻസിൽ നോക്കുകയാണെങ്കിൽ ന്യൂ സൈക്കോളജിസ്റ്റുമാർ നമുക്ക് പോയി പറയുകയാണെങ്കിൽ, അതുപോലെ നമുക്ക് എവിടെ നിന്ന് കേൾക്കുകയാണെങ്കിലും ഈ പ്രകൃതിയുടെ നിയമം, അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് സെർച്ച് ചെയ്താൽ കിട്ടും. ഇങ്ങനെ ഈ ഒരു സംഭവത്തിലൂടെ പോകുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നിരീശ്വരവാദത്തിലേക്ക് പെട്ടവരൊക്കെ പറയാനുണ്ടാവുക ദൈവം തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെ? അപ്പൊ അങ്ങനെ ഈ ഒരു സാഹചര്യത്തിലേക്കും സിറ്റുവേഷനിലേക്കും നമ്മുടെ ചിന്താഗതി മാറിപ്പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചു വരുമ്പോൾ നമുക്കതിനെ നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഒരു വിശ്വാസ തലത്തിലേക്ക് വരുമ്പോൾ, എന്റെ ഒരു അടിമ എന്നെ കുറിച്ചിട്ട് എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കാം ഞാൻ എന്റെ അടിമയ്ക്ക് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതും ഇതും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്നാൽ നമുക്ക് വർഷങ്ങളായി കാലങ്ങളായി നമ്മളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന ഈ ഒരു മെസ്സേജിനെ കുറിച്ചിട്ട് നാം അത്രമാത്രം അവെയർ ആയിരിക്കുന്നില്ല എന്നുള്ളതാണ്. നാം എല്ലാവരും അല്ല, നമ്മൾ എന്നെ പോലെയുള്ള കുറഞ്ഞ ചിലവുകൾ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊന്നും ബോധത്തോടെ ഇതിലൊന്നും അവെയർ ആയിരിക്കുമ്പോൾ നമ്മളിപ്പോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ 5 വഖത്ത് പള്ളിയിൽ പോയിട്ടോ അതല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയം എടുത്തിട്ടോ ഒക്കെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരുന്നുണ്ട്.
നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പം കടന്നിരിക്കുന്നത് അൽഹംദുലില്ലാ ഹജ്ജ് മാസം തുടങ്ങിയിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഒരുപാട് ഓഫറുകൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മളിപ്പോ ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടെങ്കിൽ, ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ഒരു മിഡ് നൈറ്റ് ഓഫർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങാതിരുന്നു കൊണ്ട് ആ ഒരു മിഡ് നൈറ്റ് ഓഫറിന് നമ്മൾ പോകും അല്ലേ? എന്നാൽ അതേസമയം നമ്മൾ ഈ പാതിരാത്രിയിൽ ഉറങ്ങാതിരുന്ന് നിങ്ങൾ ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, അതിന് നിങ്ങൾക്ക് ഞാൻ ഇരട്ടി തരാം എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് ഓഫറുകൾ പല സമയങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച് തരുന്ന സമയത്ത് നമുക്കതിന് അത്രമാത്രം താല്പര്യത്തോടു കൂടി ഒന്ന് ഉറക്കൊഴിഞ്ഞിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം നമ്മുടെ റിസൾട്ട് നമ്മുടെ മുന്നിൽ കാണാത്തത് കൊണ്ടാണ് അല്ലെ? നമ്മുടെ റിസൾട്ട് നമ്മുടെ മുന്നിൽ കാണുന്നില്ല. അതേസമയം നമ്മളൊരു മിഡ് നൈറ്റ് ഓഫറിലേക്ക് പോവുകയാണെങ്കിലോ, ഒരു മിഡ് നൈറ്റ് ഓഫറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനം അവിടെ പർച്ചേസ് ചെയ്ത് വരുന്നുണ്ട്, ഈ സാധനങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കിട്ടിയതിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നതിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയിട്ടുണ്ട്, ഞാനും നിങ്ങളും അറിയാതെ. എന്നാൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മാത്രം വിശ്വസിക്കേണ്ടതാണോ? ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ നാം നരകത്തെ വിശ്വസിക്കുന്നുണ്ട്, സ്വർഗത്തെ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്, മുത്തറസൂലിനെ വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? ഈ വിഷയങ്ങളെല്ലാം നമ്മൾ വിശ്വസിച്ച് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണോ? നമ്മൾ കാണാത്തതിനെ കുറിച്ചിട്ട് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു മിഡ് നൈറ്റ് ഓഫർ തരുന്ന സമയത്ത്, അതല്ലെങ്കിൽ വ്യത്യസ്തമായ ദിവസങ്ങളിൽ ചില ഓഫേഴ്സുകൾ നമ്മൾക്ക് തരുന്ന സമയത്ത് നാം അതിൽ നമ്മൾ ചിലപ്പോൾ എന്തായി പോകുന്നില്ല, നമ്മൾക്ക് അത്രമാത്രം വിശ്വാസം നമ്മളിൽ ചിലവർക്കെങ്കിലും, അത് ഞാൻ വീണ്ടും പറയുന്നു, എന്നെ പോലെയുള്ളവർക്ക്, നിങ്ങളെല്ലാവരും അത്തരത്തിൽപ്പെട്ടവരല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. അപ്പൊ നമുക്ക് എന്താവുന്നില്ല, അത്തരം ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ? നമ്മൾ ഉറക്കൊഴിഞ്ഞിരിക്കാനോ അതിന് നേടിയെടുക്കാനോ നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥന, നമ്മൾ ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെന്താവുന്നില്ല, ആ പ്രാർത്ഥനയിൽ നമുക്കൊരു വിശ്വാസം വരുന്നില്ല. പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ നമ്മളെ കാണുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികളോടും നമുക്കുള്ള പ്രയാസങ്ങളെ നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കുള്ള വേദനകളെയും ബുദ്ധിമുട്ടുകളെയും നമ്മൾ പറയണ്ട എന്നല്ല, പറയേണ്ടവരോട് പറയണം. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി ഒന്ന് മൈൻഡ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ അതിന്റെ ചികിത്സാർത്ഥം നമുക്ക് പറയേണ്ടി വരും അല്ലെ? എല്ലാവരോടും, കാണുന്ന എല്ലാവരോടും നമ്മുടെ പ്രയാസങ്ങൾ എടുത്ത് പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിലെന്തേലും ബെനിഫിറ്റ് ഉണ്ടോ? നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനു നമ്മൾ സംസാരിക്കണം? ഇനി അതിലപ്പുറം നമുക്കുണ്ടായ ചെറിയൊരു വേദനയെ, നമുക്കുണ്ടായ ചെറിയൊരു പ്രശ്നത്തെ നാം മറ്റുള്ളവരോട് അത് എടുത്ത് പറയുന്ന സമയത്ത്, ആ ഒരു വേദന എന്നിൽ ഉണ്ടായ സമയത്ത് നാം അനുഭവിച്ച ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒരു ഇമോഷണൽ ചേഞ്ചിങ് ഉണ്ടാവുമല്ലോ. നാം ആ വേദനയെ നാം എടുത്ത് പറയുന്ന സമയത്ത് നാം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അതേ ഇമോഷനിലൂടെ. നമ്മളത് പറയുന്ന സമയത്ത് നമുക്ക് സങ്കടമാണെങ്കിൽ സങ്കടം വരും, കരച്ചിലാണെങ്കിൽ കരച്ചിൽ വരും അല്ലേ? അപ്പൊ നാം അനുഭവിച്ച ആ വേദന നമ്മൾ അതേ സാഹചര്യത്തിൽ അതേ തോതിൽ ഇങ്ങോട്ട് നമ്മളിലേക്ക് വരികയാണ്. നമ്മൾ തന്നെയാണ് നമ്മളെ വീണ്ടും 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 വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, നമുക്കൊരു സന്തോഷം ഉണ്ടായ ഒരു സമയം, നമുക്കൊരു ആനന്ദത്തിലുണ്ടായ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ വേറൊരാളോട് പറയുകയാണെങ്കിൽ, നാം സത്യത്തിൽ ആ സന്തോഷം അനുഭവിച്ച ആ ഒരു സമയം നമുക്കുണ്ടായ അതേ ഒരു കണ്ടീഷനോട് കൂടി, അതേ ഒരു ഇന്റൻസിറ്റിയോടുകൂടി നമുക്കത് പറയാൻ വേണ്ടി പറ്റാറുണ്ടോ? നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, അങ്ങനെ പറ്റാറുണ്ടോ നമുക്ക്? ജസ്റ്റ് യെസ് ഓർ നോ ഒന്ന് ആൻസർ പറയോ? ചില സമയത്ത് പറ്റാറുണ്ട്. യെസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആളും കൂടി ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു. യെസ്, ചാറ്റ് ബോക്സും ഉപയോഗിക്കാം. സന്തോഷം വേഗം മറക്കും നമ്മള്, ദുഃഖങ്ങൾ നമ്മൾ മറക്കാതെ മനസ്സിലുണ്ടാവും. യെസ്, നമുക്ക് സന്തോഷങ്ങളെ പെട്ടെന്ന് മറക്കുകയും ദുഃഖങ്ങളെ നമ്മൾ കൂടുതൽ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖങ്ങൾ ഇങ്ങനെ പേരി നടക്കുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങളെ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു സുഖം കിട്ടുന്നത് പോലെയുള്ള ഒരു തോന്നൽ.
സത്യത്തിൽ നമുക്ക് സുഖമാണോ കിട്ടുന്നുള്ളത്? നമ്മുടെ പ്രയാസമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മളിങ്ങനെ എടുത്ത് പറയും തോറും നമുക്കുണ്ടാവുന്നത് അതേ ഇന്റൻസിറ്റിയിൽ നമ്മൾ വീണ്ടും വിഷമത്തിലാവുകയാണ് ചെയ്യുന്നുള്ളത് അല്ലേ? പക്ഷെ നമുക്ക് തോന്നാണ് നമ്മുടെ ആ ഒരു പ്രയാസങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയും തോറും നമുക്ക് സമാധാനമാണ് ലഭിക്കുന്നുള്ളത് എന്ന്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത്? നമുക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് അതൊരു ഭാരമാണ്. അതൊരു ഭയങ്കര ഒരു വെയിറ്റ് ആണ്. നമ്മുടെ തലയിൽ ഒരു 100 കിലോന്റെ ഒരു ചാക്കോ, അതല്ലെങ്കിൽ ഒരു 50 കിലോന്റെ ഒരു ചാക്കോ, അതല്ലെങ്കിൽ ഒരു 20 കിലോന്റെ ഒരു 25 കിലോന്റെ ഒരു വെയിറ്റോ എടുത്ത് നമ്മളെ തലയിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അല്പം ആരെങ്കിലും കാണുന്ന സമയത്ത് എന്തേ തോന്നുക? അതൊന്ന് ഇറക്കി കൊടുക്കണം തോന്നും അല്ലെ? ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് പിടിക്കുവോ? നമ്മൾ ചോദിക്കൂലേ? നല്ലോണം നമ്മളൊരു സാധനം ഇങ്ങനെ പിടിച്ച് വെയിറ്റ് താങ്ങി ബുദ്ധിമുട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഒരു 2 മിനിറ്റ് ഒന്ന് പിടിക്കുമോ നമ്മൾ ചോദിക്കൂലേ? ഓക്കെ, നമ്മളെ കൂടെ ഉള്ളവർ എന്ത് ചെയ്യും? ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് അത് ഒന്ന് പിടിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ അത് തിരികെ തരും അല്ലേ? ശേഷം നമ്മൾ കുറച്ചും കൂടി യാത്ര ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് വേറൊരാളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും എന്താവും? ഈ വെയിറ്റ് താങ്ങി 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 നമ്മൾ വീണ്ടും ടയർഡാവും. വീണ്ടും ടയർഡായ സമയത്ത് വീണ്ടും ഒരാളെ കാണുമ്പോൾ പ്ലീസ് ഒന്ന് ഇത് പിടിക്കോ? അവരും എന്ത് ചെയ്യും? കുറച്ച് സമയം അവർ പിടിക്കും. അവർ നമ്മളെ ഭാരം കുറെ സമയം കണ്ട് പിടിച്ച് താങ്ങി നിൽക്കുവോ? ഇല്ലോ, ഇല്ല. അവർ നമ്മുടെ ഭാരം അങ്ങോട്ട് കുറെ സമയം പിടിച്ചേക്കൂല. അവന് കുറച്ച് സമയം അങ്ങോട്ട് താങ്ങി നിന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ തിരികെ തന്നിട്ട് അവരും പോവും. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ആളെ കാണാണ്, അങ്ങനെ അടുത്ത ആളെ കാണാണ്. ഓരോരുത്തരുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് അങ്ങോട്ട് മാറ്റിക്കൊടുത്ത് വീണ്ടും നമ്മളിലേക്ക് വരികയാണ്. ഇത് തന്നെയാണ് ഇവിടെ നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഇവിടെ നമുക്കറിയാൻ വേണ്ടി പറ്റും, ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ നമ്മുടെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വേദനകളോ ബുദ്ധിമുട്ടുകളോ പറയുന്ന സമയത്ത് അവർ അതിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിലേക്ക് സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനങ്ങോട്ട് മുഴുവനായിട്ടും എടുത്ത് കളയാണ് ചെയ്യുക. അപ്പൊ ഇതിനങ്ങോട്ട് എടുത്ത് കളയാണെങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും എന്താവുന്നില്ല? നമ്മുടെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളും സംഭവങ്ങളും കൊടുക്കേണ്ടവരുടെ കയ്യിൽ മാത്രം കൊടുക്കുക. എല്ലാവരുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. എന്നാൽ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ നമുക്ക് അർഹതപ്പെട്ടത് ആർക്കാണ്? നമ്മുടെ റബ്ബിനാണ് അല്ലെ? അല്ലെ? അതിലപ്പുറം നമുക്ക് കൊടുക്കാൻ അർഹതപ്പെട്ടത് ആരാണ് നമുക്കുള്ളത്? പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് അതേപോലെ പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് അത് അള്ളാഹുവിനോട് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനകളിലൊന്നും നമുക്ക് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന ഫീലിംഗ് നമുക്ക് വരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം നമുക്ക് ആൻസർ കിട്ടുന്നില്ല എന്ന തോന്നൽ നമ്മളിലേക്ക് എന്തുകൊണ്ട് എത്തിപ്പെടുന്നുള്ളൂ എന്നുള്ളത്. നമ്മൾ അള്ളാഹുവിന്റെ കയ്യിലേക്ക് നമ്മുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് എന്റെ റബ്ബ് ഏറ്റെടുത്ത് എന്നെ സുഖത്തിലും സന്തോഷത്തിലും ആക്കും എന്നുള്ളൊരു ഹോപ്പ് നമ്മളിൽ ഇല്ല. നമ്മൾ ഇതുവരെ എന്തായാലും ചെയ്തുള്ളത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഇങ്ങനെ മാറി 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 കൊടുത്തപ്പം വീണ്ടും നമ്മളിലേക്ക് അത് തിരിച്ചു തന്ന് ആ ഭാരം പേര് നടന്ന അത് തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ള ഒരു ഹോപ്പ്. നമുക്കത് വീണ്ടും തിരിച്ചു വരും എന്നുള്ളത്. അപ്പൊ ആ ഒരു ഹോപ്പിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എന്തായി പോകുന്നത്? നമുക്കിവിടെ അതിനൊരു ആൻസർ കിട്ടാത്തൊരവസ്ഥയിലേക്കായി പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവമാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും പല സാഹചര്യങ്ങളിൽ നിന്ന് കേട്ടവരുണ്ടാവും, ചെയ്തവരുണ്ടാവും. എൻ്റെ കൂടെ തന്നെ ഇവിടെ അൽഹംദുലില്ലാ ഒരുപാട് ദിവസങ്ങളായി എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കുറച്ച് പേരും ഇവിടെ ഉണ്ട്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്നുള്ളത് ആദ്യമായി കേൾക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടാവാം. ആദ്യമായി കേൾക്കുന്ന ആളുണ്ടെങ്കിൽ മാത്രം ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. ആദ്യമായിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കേൾക്കുന്നത്, ഫസ്റ്റ് ആയിട്ടാണ് എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യൂ. അതല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ടാക്കി പറഞ്ഞാലും മതി. ജസ്റ്റ് ഒന്ന് പറയൂ, ആരെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു തെറാപ്പിയെ കുറിച്ച്, നമ്മൾ ഒരുപാട് ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറാപ്പീസ് കേട്ടിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്നുള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യെസ് ഓർ നോ പ്ലീസ്. കാരണം എനിക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കേൾക്കുന്നില്ലായിരിക്കും. എന്തെങ്കിലും ഒന്ന് ഉത്തരം തരൂ, യെസ് ഓർ നോ. രണ്ടിലൊരു ആൻസർ ഉണ്ടാവൂലേ? കേൾക്കുന്നുണ്ട്.
ഓക്കെ, ഇപ്പൊ സംസാരിച്ചതിന്റെ പഴയ സ്റ്റുഡന്റ് ആണ്. ഇവിടെ പുതിയതായി ജോയിൻ ചെയ്തവരാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ പല സ്ഥലത്ത് നിന്നായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ, ഇൻഷാല്ല. അപ്പൊ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ റീഫ്രഷിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്നുള്ളത്. നമുക്ക് ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ ചെറിയ രീതിയിൽ ഒന്ന് പോണ സമയം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അവയവങ്ങൾ ഒരു സർജറി നടത്തണം എന്ന് വിചാരിക്കാം. ഈ ഒരു സർജറി നടത്തുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഡോക്ടർ എന്താ തരിക? അനസ്തേഷ്യ നൽകൂലേ? അതുപോലെ നമ്മളുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നമ്മളിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്ന സമയത്ത് ആ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും മാറ്റിവെക്കുമ്പോൾ നമ്മളിൽ വേദന ഇല്ലാതെ സുഖകരമായി നമുക്ക് ആ പ്രയാസത്തെയും വിഷമത്തെയും മാറ്റിവെക്കാനുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും എല്ലാ വിഷയത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നവരാണ്, നമ്മൾ ഹംദ് പറയുന്നവരാണ്. നമ്മളിപ്പോൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന ദിക്റുകൾ ചൊല്ലി എഴുന്നേൽക്കുന്നവരാണ് അല്ലെ. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ ഹംദ് പറയുന്നവരാണെങ്കിൽ പോലും ഇതൊരു തെറാപ്പി മോഡിൽ, ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് നാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മളിലേക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി വരുന്നതായി കാണാം. അൽഹംദുലില്ലാ, അള്ളാഹു അതിന് അവസരം നൽകട്ടെ. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സാഗരം പോലെ വിശാലമായി കിടക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് ഇൻഷാല്ലാ ഇന്ന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് വരികയും എന്താണ് തെറാപ്പി എന്നുള്ളത്, നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഇൻഷാല്ലാ ചർച്ചയിൽ കൊണ്ടുവരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല്ലാ. ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അതിന്റെ സിമ്പിളായി പറയുകയാണെങ്കിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ പ്രയാസങ്ങളിലേക്കും നമ്മുടെ ഇല്ലായ്മകളിലേക്കും ആണ്. ഈ പ്രയാസങ്ങളിലേക്കും ഇല്ലായ്മകളിലേക്കും ഫോക്കസ് ചെയ്യുന്നതിനെ നിർത്തിയിട്ട് നമ്മളിലേക്ക് ഉള്ളതിലേക്ക് നോക്കുക എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ മോഡലായിട്ട് പറയുകയാണെങ്കിൽ. ജസ്റ്റ് നമുക്ക് ഒരു ഹെഡ് ഏക്ക് വരികയാണ്. ആ ഒരു ഹെഡ് ഏക്ക് 2-3 ദിവസമായി, അതല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നമുക്ക് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട്, എനിക്ക് എത്ര ദിവസമായി ഒരു തലവേദന തുടങ്ങിയിട്ട്, എത്ര ഡോക്ടറെ ഞാൻ കണ്ടു എന്നിട്ട് ഇതിലൊരു മാറ്റവും ഇല്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വന്ന ഈ ഒരു ഹെഡ് ഏക്ക് ഒന്നെങ്കിൽ ഒരു മാസമായിരിക്കാം നിലനിന്ന് പോകുന്നുള്ളത്, ഒരു മാസമായിട്ട് അത് മാറിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു മാസത്തിന്റെ ഇടയിൽ ഈ ഹെഡേക്ക് നിങ്ങൾക്ക് വരുന്നതിന്റെ മുന്നിൽ നിങ്ങൾ ജനിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? നിങ്ങളുടെ ഓരോ ഏജ് കണക്ക് കൂട്ടിയാൽ നിങ്ങൾ എത്ര മാസം ഇവിടെ ജീവിച്ചിട്ടുണ്ട്? ഈ ഇത്രയും മാസം ജീവിച്ചിട്ട് അതിൽ ഒരു മാസം നിങ്ങളിലേക്ക് ഈ ഹെഡേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മാസം നിങ്ങളെ ഹെഡേക്ക് നിന്നതിനെയല്ലേ. ഈ ഒരു മാസത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഹെഡേക്ക് ഇല്ലാത്തൊരു ടൈം ഉണ്ടായിട്ടില്ലേ? ആ സമയത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ആ സമയത്തെ കുറിച്ചിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ എനിക്കിന്ന് പൂർണ്ണ ആരോഗ്യത്തിലാണ് എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ടോ? തലവേദന വന്നപ്പോൾ ആരോടൊക്കെ നാം അതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്? ജസ്റ്റ് അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. തലവേദന എന്നുള്ളത് നമുക്കുണ്ടായ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രയാസം വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധികൾ നമുക്ക് വരുന്നുണ്ട്, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും പറയാനും അല്ലേ നമ്മൾ നമ്മുടെ സമയത്തെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഉപയോഗിച്ചത്. എന്നാൽ ഈ പ്രയാസങ്ങൾ വരുന്നതിനേക്കാളും മുമ്പ് ഞാനും നിങ്ങളും എത്ര ദിവസം വളരെ സ്മൂത്തായി കടന്നു പോയിട്ടുണ്ട്. ഞാനും നിങ്ങളും എത്ര മനോഹരമായി നമ്മളിവിടെ ആ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ആരോടെങ്കിലും ഇന്ന് എനിക്ക് വളരെ നല്ല രീതിയിൽ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റി എന്ന് നമ്മൾ പറയാറുണ്ടോ? അതല്ലെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്നല്പം നടുവിന് ഒരു ഉളുക്ക് വന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അത് ചുരുങ്ങിയത് ഒരു 3 ആളോടെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതാണ് നാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ ഏറ്റവും മൈനസായി വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാവരും എത്രയോ കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കായിരിക്കാം, ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്നുള്ളത് അല്ലെ. അത് ഏത് വിഷയത്തിലെന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന സംഭവത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പൊ നാം എന്ത് വിഷയത്തിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഇൻഷാ അള്ളാ നമ്മൾക്ക് ഏതൊരു വിഷയത്തിലും നാം ഇങ്ങനെ ഒരു അൽഹംദുലില്ലാ എന്ന് പറയുന്നുള്ളതിനപ്പുറത്തേക്ക് അത് ആത്മാർത്ഥമായി നമ്മുടെ നാവ് കൊണ്ടല്ല പറയേണ്ടത്, പകരം നമ്മുടെ ഹൃദയം കൊണ്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്കത് എങ്ങനെയാണ് ഹൃദയം കൊണ്ട് മാറാന്നുള്ളത് ആദ്യമായിട്ട് ഇത് കേൾക്കണവർക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഇൻഷാ അള്ളാ നമുക്ക് ഇനിയും ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ദിവസം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഒരു വലിയൊരു സമുദ്രമാണ്. നമ്മളിപ്പോ ഒരു ബീച്ചിൽ പോയിരിക്കും അല്ലെ. ബീച്ചിൽ പോയിരുന്നാൽ നമ്മൾ എന്തൊക്കെയാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക? നമുക്കറിയാം, ബീച്ചിൽ പോയിരുന്നാൽ ബീച്ചിന്റെ അരികിലുള്ള ഒരുപാട് യൂറോപ്യൻസിനെ കാണാൻ വേണ്ടി പറ്റും. ചില ആളുകളെങ്കിലും ആ യൂറോപ്യൻസിനെ മാത്രം കാണാൻ വേണ്ടി കൊതിച്ച് പോകുന്നവരുണ്ടാവാം. പിന്നെയോ ബാക്കി കുറെ കുറച്ച് കപ്പിൾസിനെ കാണാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിലോ പിന്നെ കുറച്ച് ലവ് ബേർഡ്സിനെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ, ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞത് ഞാൻ ബേർഡ്സിനല്ല കേട്ടോ ഉദ്ദേശിച്ചത്, കമിതാക്കൾ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് ബീച്ചിന്റെ സൈഡിൽ പോയിരുന്നാൽ കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ആ സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിയാലോ, സമുദ്രത്തിന്റെ ആഴക്കടലിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റിയാലോ, നമ്മൾക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും? ആഴക്കടലിലേക്ക് ഇറങ്ങിയാൽ ഈ കരയിൽ പോയിരുന്ന ആ ഒരു ബീച്ചിന്റെ സൈഡിൽ പോയിരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഈ കാഴ്ചകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു ഡീപ്പ് കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻഷാ അള്ളാ നമുക്കെല്ലാവർക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു ജേണലിൽ ഇവിടെ നിന്ന് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ഇൻഷാ അള്ളാ കാണാൻ വേണ്ടി പറ്റട്ടെ. അതുകൊണ്ട് എൻ്റെ കൂടെ നിങ്ങളും ഈ ഒരു യാത്രയിൽ ഇനിയും ഉള്ള ദിവസങ്ങളിൽ കൂടെ ഉണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഇൻഷാ അള്ളാ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നീട് നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള തെറാപ്പിയിലേക്ക് വരാം. ഇൻഷാ അള്ളാ ആ തെറാപ്പിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമോ ശാരീരികമോ ആയിരിക്കുന്ന ഒരുപാട് വേദനകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് മോചനം തരും എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. എന്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടെ സ്ക്രീനിലുള്ള മെഹർബാൻ എന്ന് പറയുന്ന ഒരാൾ. ഞാൻ ആളെ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്താണ് ആളുടെ പ്ലേസ്. അൽഹംദുലില്ലാ ആളെന്റെ ഈ ഒരു ജേണിയിൽ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 2 മാസോ അങ്ങനെ ആയിട്ടുള്ളൂ, 2-3 മാസമായിട്ടുള്ളൂ. പക്ഷേ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ആൾക്ക് ഇങ്ങനെ ഒരു പ്രയാസത്തിലുണ്ട് എന്നുള്ളത്. ജേണിയിൽ കൂടി അയാൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു അവർ അനുഭവിക്കുന്ന അവരുടെ കാലിന്റെ ഒരു വേദന, പ്രയാസം മാറി എന്നുള്ളത്. വെരിക്കോസ് കൊണ്ട് അവർ അത്രയും പ്രയാസത്തിലായിരുന്നു. ഒരിക്കലും നാം ഒരു മെഡിസിൻ കൊടുത്തിട്ടില്ല, എനിക്ക് ആ സംഭവം അറിയുക പോലും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇവർ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ പോയപ്പോ അള്ളാഹു അവർക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണത്. അതുപോലെ ഇൻഷാ അള്ളാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നൽകാതിരിക്കില്ല ഇൻഷാ അള്ളാ. മെഹർബാൻ മാം തന്നെ ഒന്ന് വേണമെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒന്ന് മ്യൂട്ടാക്കി പറയും. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു ആൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. മെഹർബാൻ മാം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാന് അക്യുപഞ്ചർ ചെയ്യുമായിരുന്നു. അപ്പൊ എന്നോട് പറയാറുണ്ടായിരുന്നു FT ചേർന്നാ മതി, FT ചെയ്യണം എന്നൊക്കെ. അപ്പം പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയപ്പോ ഞാൻ അതിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് 2 കാലിലും വെരിക്കോസ് ഉള്ള ഒരവസ്ഥയായിരുന്നു. ഒട്ടും നടക്കാൻ വയ്യാതെ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസമായപ്പോഴത്തേക്ക് എന്റെ വെരിക്കോസ് മാറി എന്നുള്ളതാണ്. ഇപ്പൊ പൂർണ്ണമായി മാറി. അന്ന് ഞാൻ പറയുന്ന സമയത്ത് 90% മാറിയിരുന്നുള്ളൂ. ഇപ്പൊ പൂർണ്ണമായി മാറി എന്ന് പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറയാണ്, ഒരിക്കലും ഇവിടെ ഞാൻ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. എനിക്ക് ആൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് പോലും എനിക്കറിയില്ല. അപ്പൊ അള്ളാഹു മാറ്റാൻ വിചാരിച്ചാൽ അത് അള്ളാഹുവിന് മാത്രമേ മാറ്റാൻ വേണ്ടി ഏതൊരു മെഡിസിനേക്കാളും അതിന്റെ അപ്പുറത്തെ റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അൽഹംദുലില്ലാ. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് ആത്മാർത്ഥമായും അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് നമുക്കും നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് അള്ളാഹു നൽകാതിരിക്കില്ല. ഇൻഷാ അല്ലാ നമുക്ക് ചെറിയൊരു പ്രോസസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, എല്ലാവരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. പ്രോപ്പറായിട്ട് ഇരിക്കുക. എഴുന്നേറ്റ് നടക്കുന്നവരാണെങ്കിലോ വേറെ എന്തെങ്കിലും ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിലും കുറച്ച് സമയം എല്ലാം മാറ്റി വെച്ചിട്ട് സ്വന്തത്തിന് വേണ്ടിയിട്ട് മാത്രം
ഫോക്കസ് ചെയ്തിരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാ അല്ലാ. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. ഓരോ ബ്രീത്തിലും നിങ്ങളുടെ വയറിന്റെ ഭാഗം അല്പം പൊങ്ങി വരുന്നത് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് വയറിന്റെ ഭാഗം അല്പം ഉള്ളിലേക്ക് താഴ്ന്നു പോകുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വൺസ് അഗെയിൻ, ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൂക്കിന്റെ ദ്വാരത്തിന്റെ സൈഡിൽ അനുഭവിക്കുന്ന ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓരോ ബ്രീത്തിലും ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള മുഴുവൻ പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓരോ ഉച്ഛ്വാസത്തിലും നിങ്ങളുടെ അകത്ത് നിന്നുള്ള ഇമോഷൻസ്, വേദനകൾ, പ്രയാസങ്ങൾ എല്ലാം ഒരു കറുത്ത പുകയായി പുറത്തു പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ബ്രീത്ത് ഒരു സ്വർണ്ണ പ്രകാശം പോലെ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നും അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും രക്തം പമ്പ് ചെയ്യുന്ന വേളയിൽ ഓരോ കോശങ്ങളിലേക്കും ഈ സ്വർണപ്രകാശം ലയിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ആന്തരികാവയവത്തിലോ ബാഹ്യാവയവത്തിലോ നിങ്ങൾ എന്തെങ്കിലും വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വർണപ്രകാശത്തിന്റെ ഒരു തലോടലോടെ നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസവും മുഴുവനും ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മനസ്സിൽ കാണാം. അതുവഴി നിങ്ങളുടെ ഓരോ ബ്രീത്തിലൂടെയും വരുന്ന പോസിറ്റീവ് എനർജിയിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള ഡയറക്റ്റ് കണക്ഷനിലൂടെ നിങ്ങളുടെ ആ ഒരു പ്രയാസം, ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായും മാറുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരും അൽഹംദുലില്ലാഹ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആരോഗ്യത്തിലായിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ 2 കാലുകൾ, നിങ്ങളുടെ 2 കൈകൾ, നിങ്ങളുടെ ബോഡി ഫുള്ളി, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ഹെഡ് ഭാഗം, അങ്ങനെ ഓരോ അവയവങ്ങളും പൂർണ്ണമായും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് നോക്കാം. നിങ്ങളുടെ ലങ്സ്, ലിവർ, ആമാശയം, 2 കിഡ്നികൾ, അങ്ങനെ ഓരോ ഭാഗങ്ങളും, നമ്മുടെ പാൻക്രിയാസ്, ചെറുകുടൽ, വൻകുടൽ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിരിക്കുന്ന ഒരുപാട് ഇന്നർ ഓർഗൻസുകൾ, അതെല്ലാം പൂർണ്ണമായും ആരോഗ്യത്തിലാണ്. അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വളരെ കംഫർട്ടായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ എൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു.
എൻ്റെ ആരോഗ്യത്തെ സൂക്ഷിക്കുവാനുള്ള ഭക്ഷണം, വിശ്രമം, ഉറക്ക്, വ്യായാമം എല്ലാം ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. എൻ്റെ ആരോഗ്യത്തെ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ആ ഉത്തരവാദിത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി എന്നെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. എൻ്റെ റബ്ബ് എന്നോട് ഏത് രീതിയിലാണോ എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞത്, അത് രീതിയിൽ ഞാൻ എന്നെ കെയർ ചെയ്യുമ്പോൾ, ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് എന്നെയും പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാനും അനുഭവിക്കാനും ആസ്വദിക്കാനും വേണ്ടി പറ്റുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വെറും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് പോലും നമുക്ക് ഏത് രീതിയിലാവണം എന്ന് പഠിപ്പിച്ചു തന്ന ഇവിടെ നമുക്ക് ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ട്, സ്വയം അറിഞ്ഞുകൊണ്ട്, സ്വന്തത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് ലഭിച്ചതിന് ആത്മാർത്ഥമായി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓരോ ബ്രീത്തിലും കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഈ ഒരു ദിവസം മുഴുവനും നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യത്തോടെ, പൂർണ്ണമായും സന്തോഷത്തോടെ ഇരിക്കുന്നുള്ളതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു നിമിഷം നിങ്ങൾക്ക് സൈലന്റ് ആയിരിക്കാം. ആ സമയം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ ഞാനിപ്പോൾ സൈലന്റിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തയെ തിരിച്ചുവിടാം. ചിന്തയെ ബ്ലോക്ക് ചെയ്യാൻ നോക്കരുത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ബ്രത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൈകൾ രണ്ട് സ്ക്രബ് ചെയ്ത് മുഖം നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലിങ്ക് ഇപ്പൊ കട്ടാവും. അതിനു മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയ ഗ്രൂപ്പുകളിൽ, അതല്ലെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താണോ ഇന്നത്തെ ഫീലിംഗ് അത് അവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങളും ഒരു കാരണമാവാം. ഇൻഷാല്ലാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് പറയാം. അതല്ലെങ്കിൽ ഇപ്പൊ ലിങ്ക് കട്ടാവും. ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ. പോയിന്റ് പേട്ടെ. കിഡ്സ് ക്യാമ്പിൻ്റെത് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഓക്കെ, ഞാനത് അവിടെ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, ഇൻഷാല്ലാ.